قال العز بن عبد السلام മഹാനവർകളുടെ സ്വലാത്തിനെ കുറിച്ചുള്ള ഒരു ഉപദേശം. ലൈസത്ത് സ്വലാത്തുന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തൻ ലഹു. നാം ചൊല്ലുന്ന സ്വലാത്തൊന്നും മുത്തുനബിക്ക് വേണ്ടി നാം ചെയ്യുന്ന ശഫാഅത്തല്ല. കാരണം ഫഇന്ന മിത്ലന ലാ യശ്ഫഉ ലിമിത്ലിഹി. നമ്മളൊക്കെ മുത്തുനബിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയോ അതുണ്ടാവുകയില്ല. മുത്തുനബി നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക എന്നതല്ലാതെ നിസാരന്മാരായ നാം ലോക ഗുരുവായ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുക എന്നത് ഉണ്ടാവുകയില്ല. അപ്പോൾ പിന്നെ വലാകിന്നല്ലാഹ അമറനാ ബിമുകാഫഅതി മൻ അഹ്സന ഇലൈന. പിന്നെ നാം ചെയ്യുന്ന സ്വലാത്തിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും ഒരാൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ അതിന് പ്രത്യുപകാരം ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കാണെങ്കിലോ ദീൻ എത്തിച്ചു തന്നു എന്ന നിലക്ക് ആ വലിയ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ മുത്തുനബിക്ക് പ്രത്യുപകാരം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മുത്തുനബിക്ക് പ്രത്യുപകാരം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു പറയാണ്, ഫഅർശദനല്ലാഹു ലിമാ അലിമ അജ്സന അൻ മുകാഫഅതി നബിയിന ഇല സ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ നമുക്ക് എത്തിച്ചു തന്നു, നമ്മെ ഹിദായത്താക്കി, നമുക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു തന്നതിന് പ്രത്യുപകാരമായി നാം അവിടത്തേക്ക് ചെയ്തു കൊടുക്കേണ്ടത് സ്വലാത്താണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സ്വലാത്ത് ചൊല്ലുക എന്നതാണ് നാം അല്ലാഹുവിൻ്റെ റസൂലിനോട് ചെയ്യുന്ന പ്രത്യുപകാരം എന്ന് ഇസ് ബിൻ അബ്ദുസ്സലാം നമ്മെ പഠിപ്പിക്കുന്നു.